അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം കേട്ട വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. സഹബാസ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി 8 വർഷത്തെ ജീവിതം ഒരു വാക്കിലൂടെ എല്ലാം അവസാനിച്ച് വലിയ ദുഃഖത്തിലായി താഞ്ചി എന്ന് പറയുന്ന പെൺകുട്ടി. ഇപ്പോൾ വാർത്തയിൽ കേൾക്കുമ്പോൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ പെൺകുട്ടി എനിക്ക് ന്യായം വേണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗം. സഹബാസ് 8 വർഷത്തിന് മുമ്പ് വിവാഹം കഴിഞ്ഞു. വിവാഹം ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നു. ഭാര്യ താഞ്ചി, അവൾ പ്രസവിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പല പ്രാവശ്യം പല രീതിയിൽ അവളെ വിഷമിപ്പിച്ച് അതിനിടക്ക് മറ്റൊരു ആളുമായി വിവാഹം കഴിഞ്ഞു. അവൾ ഗർഭിണിയാണ് എന്ന് ഇവളെ പരിഹസിക്കുകയും അവസാനം അവളെയും ഒഴിവാക്കുകയും രണ്ടാമത് ഇത് വീണ്ടും ഈ താഞ്ചി തന്നെ ഞാൻ നിന്നെ ത്വലാഖ് 3 ചൊല്ലിയിരിക്കുന്നെന്ന് പറഞ്ഞ് അവസാനം ജീവിതം ഈ 8 വർഷത്തെ ജീവിതം 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ അവസാനിച്ചു. വല്ലാത്ത സങ്കടത്തോടു കൂടി ആ പെൺകുട്ടി തൻ്റെ വാപ്പയുടെ മുമ്പിൽ കരയുന്ന ഒരു രംഗമാണ് ആ പെൺകുട്ടി പറയുന്നത്. ഈ ത്രിവലി തലാഖ് നിഷിദ്ധമായ വിഷയം ഒരിക്കലോട് കൂടി ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് വിപര്യാസമാണ് എന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ത്വലാഖ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനിൽ ഹലാലായ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ത്വലാഖ്. നമുക്ക് തോന്നുമ്പോൾ ത്വലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു ഇതൊക്കെ കൃത്യമായി കാണുന്നുണ്ട്. മക്കൾ നൽകുന്നതും നൽകാതിരിക്കുന്ന അള്ളാഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹു മക്കൾ നൽകില്ല. വർഷങ്ങളോളം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ധാരാളമായി ദുആ ചെയ്തു എന്നാലും ഒരു വാക്ക് കൊണ്ടോ നോക്കുകൊണ്ടോ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ വേദനിപ്പിച്ചില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് മക്കൾ നൽകുക നൽകാതിരിക്കുക. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നാം തരണം ചെയ്തുകൊണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷത്തോടു കൂടി അത് മുന്നോട്ട് കൊണ്ടുപോയി സ്വർഗത്തിൽ നമുക്ക് സന്തോഷത്തിൽ കഴിയേണ്ടതാണ് ദാമ്പത്യ ജീവിതം. നമുക്ക് തോന്നുമ്പോൾ ത്വലാഖ് ചൊല്ലുക, പരിശുദ്ധമായ ദീൻ നമുക്ക് നൽകിയ ചില ഇളവുകൾ അത് ദുരുപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും അതിൻ്റെ സത്യസന്ധമായി അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ശിക്ഷ ആഖിറത്തിലുള്ള ദുനിയാവിൽ പോലും അനുഭവിക്കേണ്ടി വരും. നമുക്ക് ആ പെൺകുട്ടി പെട്ടെന്ന് ഫോൺ വിളിച്ച് ഞാൻ നിന്നെ 3 ത്വലാഖ് ചൊല്ലി എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്കുണ്ടാകുന്ന ആ സങ്കടവും ആ സങ്കടത്തിൻ്റെ കണ്ണീർ തീർച്ചയായും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമുക്ക് വിചാരിക്കുന്നത് ഇവളെ തലാഖ് ചൊല്ലി മറ്റൊരു നല്ല ദാമ്പത്യ ജീവിതം കിട്ടും, പിന്നെ എനിക്ക് സുഖമായി മക്കളുമായി നല്ലൊരു ജീവിതം നടത്താമെന്നാണ് പലരും ചിന്തിക്കുക. തീർച്ചയായും അതുപോലെ ആകില്ല. കാരണം കാര്യങ്ങളൊക്കെ മുദബ്ബിറുൽ അംർ ആരാണ്? അള്ളാഹുവാണ്. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. മക്കളെ നൽകുന്നതും ജീവിതത്തിൽ സന്തോഷം സമാധാനം നൽകുന്നത് അങ്ങനെയാണ്, അള്ളാഹുവാണ്. അള്ളാഹു നൽകുന്ന സമാധാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യയിൽ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ദേശത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിവാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ച് എനിക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും എന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. വലിയ ഗുരുതരമായ അപകടത്തിലേക്കാണ് അള്ളാഹു എത്തിക്കുന്നത്. എത്ര ഉണ്ടല്ലോ, പ്രസവിച്ച മക്കളെല്ലാം പെൺകുട്ടിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് 6ാമത്തെ പ്രസവത്തിലാണ് പറഞ്ഞത് ഇതും നീ പെൺകുട്ടിയായി പ്രസവിച്ചാൽ ഞാൻ നിന്നെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കി തലാഖ് ചൊല്ലിയ ഒരു സംഭവം. അവസാനം ആ മക്കളൊക്കെ വലുതായി ആ കുടുംബം വലിയ സമ്പന്ന കുടുംബമായി മാറി. അവൻ വേറെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞതിൽ ആ ഭാര്യയിൽ നിന്ന് അവൻ അനുഭവിക്കാത്ത പീഡനങ്ങളില്ല. ആ ഭാര്യയിലുണ്ടായ മക്കൾ വരെ അവൻ അകറ്റി വീട്ടുന്നു. അവൻ അവസാനം ഗത്യന്തരമില്ലാതെ ഈ ആദ്യത്തെ ഭാര്യ തേടിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് വന്ന് ആ ഭാര്യയുടെ കാലരികിൽ വീഴുന്ന രംഗം. എത്ര സംഭവങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ ഇത്തരത്തിൽ കണ്ടത്. നമുക്ക് തോന്നുന്ന രീതിയിൽ ത്വലാഖ് ചൊല്ലി നല്ലൊരു ജീവിതത്തിന് വേണ്ടി തീർച്ചയായും നാം അങ്ങനെ ഒരാളുടെ കണ്ണീരിലാക്കി ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായ ഭാര്യമാർ എന്ന് പറയുമ്പോൾ മലക്കുകളല്ല. പ്രത്യേകിച്ച് അവരുടെ ഭാഗത്ത് തെറ്റുകൾ വരും, ന്യൂനതകൾ വരും. അത് സ്വാഭാവികമാണ്. കാരണം അത്തരത്തിലുള്ള ന്യൂനതകൾ വരുമ്പോൾ അതിൽ നാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അയ്യൂബ് നബിയുടെ പ്രതിഫലമുണ്ട് എന്നാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാലും മലക്കല്ല. ഭർത്താവിൻ്റെ ഭാഗത്ത് ന്യൂനതകൾ വരും. ആ സമയത്ത് ഭാര്യ ക്ഷമിച്ചാൽ പോലും അവൾക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലമുണ്ട് എന്നാണ്. ഈ പ്രതിഫലം നമുക്ക് ഈ താൽക്കാലികമായ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി
ഒരാളെ കണ്ണീരിലാക്കി, ഒരു കുടുംബത്തെ വേദനിപ്പിച്ച്, പാവം ആ പെൺകുട്ടി വിവാഹം കഴിച്ച് നൽകുന്ന സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി അല്ലേ, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ വ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞ് അല്ലേ, എനിക്ക് ഈ 18 വർഷം എൻ്റെ മോളെ പോറ്റി വളർത്തി എനിക്കിപ്പോൾ നിന്നെ കൊണ്ട് കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ തരുന്നത്. എൻ്റെ മകളെ എനിക്ക് 18 വർഷം വളർത്തിയിട്ട് എനിക്ക് അവളെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. കാരണം എൻ്റെക്കാളും നല്ലൊരു ജീവിതം നീ അവൾക്ക് നൽകുമെന്നുള്ള ഉറപ്പോടു കൂടി, കാരണം എന്നെക്കാളൊരു നല്ല ജീവിതം നിന്നിൽ കിട്ടുകയാണെങ്കിൽ എൻ്റെ മകൾക്ക് അതാണല്ലോ ഗുണകാംശം എന്ന് പറഞ്ഞിട്ടാണ് നിൻ്റെ കയ്യിൽ അവർ ഏൽപ്പിക്കുന്നത്. ആ ഉടമ്പടിയോടുകൂടി ഏൽപ്പിക്കുന്നു. എന്നാലും എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നു പോയാൽ മാന്യമായി എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം, അവളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയോടുകൂടി നിന്നിലേക്ക് തന്നു. നോക്കൂ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് വരുമ്പോൾ ഒരു പുരുഷനെ പോലെയല്ല, തൻ്റെ കുടുംബം, തൻ്റെ ഇഷ്ടപ്പെട്ട ജനങ്ങൾ, തൻ്റെ മാതാപിതാക്കൾ എല്ലാവരും ഇട്ടിട്ടാണ് നേരെ നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ കൂടെ അവൾ ഇറങ്ങി വരുന്നത്. എന്നിട്ട് അവൾക്ക് നീ സംരക്ഷണം നൽകേണ്ടതിന് പകരം അവളെ വളരെ വേദനിപ്പിച്ചു കൊണ്ടുള്ള, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ്, അതുപോലെ നിൻ്റെ ഉമ്മയുടെ ഭാഗത്തുനിന്ന് പല നിലക്കുള്ള അവൾക്ക് സഹിക്കാൻ പറ്റാത്ത പലതും അവൾ വേദനിച്ച് അത് ഏറ്റെടുത്താൽ ഓർത്തിരിക്കണം, ഉറപ്പായി മരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കണക്ക് പറയേണ്ടി വരും, കൃത്യമായി പറയേണ്ടി വരും. കൃത്യമായി അള്ളാഹു അത് നിന്നിലൂടെ അവൾ എത്രയാണോ കണ്ണീരനുഭവിച്ചത് അതിൻ്റെ 10 മടങ്ങ് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ത്വലാഖ് എന്നുള്ളത്. ആ അനുഗ്രഹത്തെ ദുരുപയോഗപ്പെടുത്തിയാൽ കഴിവിൻ്റെ പരമാവധി അത് ശരിപ്പെടുത്താൻ നോക്കണം. അവസാനം ഒരു നിർവാഹമില്ല, ദീനിയായ രീതിയിൽ അവൾ വഴങ്ങുന്നില്ല, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലെത്തുമ്പോഴേക്കാണ് അല്ലേ, ഇനി നിനക്ക് വേറൊരു തൃപ്തിയില്ല എന്ന് വന്നാൽ ആ സമയത്ത് നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിനൊക്കെ എത്രയെല്ലാം മാർഗങ്ങൾ ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അതൊന്നും വഴങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ നിനക്ക് രണ്ടാമത്തൊരു വിവാഹം പരിശുദ്ധമായ ദീൻ നൽകുന്നുണ്ട്. എന്നാലും അത് എന്തുകൊണ്ട് അവളെ ത്വലാഖ് ചൊല്ലുമ്പോഴൊക്കെ വേദന ഉണ്ടാകും. രണ്ടാമത്തെ വിവാഹമാണെങ്കിലും അവരെ പരസ്പരം യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന രീതിയിൽ. ഇത് രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞു, അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു, വീണ്ടും ആ പെൺകുട്ടിയെ ഫോണിലൂടെ പറഞ്ഞ് പെട്ടെന്ന് ഒരു വാക്ക്, എത്രത്തോളം അവൾ മാനസികമായി തളർന്നിട്ടുണ്ടാകും, എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഓരോന്നിനും നീ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹം ഒരിക്കലും ദുരുപയോഗപ്പെടുത്തരുത്. ത്വലാഖ്, നിക്കാഹ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നാം ഒരിക്കലും ഹബീബിൻ്റെ സുന്നത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് പെരുമാറിയ രീതികൾ അത് പഠിച്ചവർ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അതറിയാതെ തനിക്ക് തോന്നിയതുപോലെ താൻ ഉദ്ദേശിച്ച പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലു എന്നുള്ളത് തീർച്ചയായും അത് അപകടത്തിലേക്ക് എത്തിക്കും. അള്ളാഹു അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. വലിയ ദുഃഖകരമായൊരു അവസ്ഥയാണ് കേൾക്കാൻ സാധിച്ചത്. അതിലൂടെ പരിശുദ്ധമായ ദീനെയാണ് മോശമായി കാണുന്നത്. ഇപ്പോൾ സഹബാസിൻ്റെ ഭാര്യ പറയുന്നത് എനിക്ക് കാണുവാൻ മുഖാന്തരം ന്യായം വേണമെന്നാണ്. എവിടെ പലരും അതിനെ പരിഹസിക്കാൻ തുടങ്ങി. കാരണം പരിശുദ്ധമായ ദീൻ്റെ ഈ ഒരു വിധി കൊണ്ട് ഇവർക്കിങ്ങനെ അതൊരു ആട്ടമായി കളിക്കുന്ന ഒരു കളിപ്പാവായിരിക്കുകയാണ് എന്ന രീതിയിൽ പരിശുദ്ധ ദീനെ കൊച്ചാക്കാൻ കാരണം അവൻ ആ ത്വലാഖ് ചെല്ലവനാകൂലേ? പരിശുദ്ധമായ ദീൻ ഒരു കൊച്ചാക്കിയ രീതിയിലേക്ക് ആ ഒരു അവസ്ഥയിലേക്കല്ല അത് എത്തുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.